ഹലോ എവ്രി വൺ, വെൽക്കം ടു CS ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, സോ ലിങ്ക് ലിസ്റ്റിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ആണ്. അതിൻ്റെ പേരാണ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്തായിരിക്കും ഡബ്ലി ലിങ്ക് ലിസ്റ്റ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലിങ്ക് ലിസ്റ്റ് വെയർ ഈച്ച് നോഡ് ഹാസ് ലിങ്ക്സ് ടു ബോത്ത് ഇറ്റ്സ് പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് നോഡ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് എന്താണ്? സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്. അതിലെന്താണ്? അടുത്ത നോഡ്, നെക്സ്റ്റ് നോഡ് മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഡേറ്റ ഉണ്ടാവും, നെക്സ്റ്റ് വൺ ഉണ്ടാവും, റൈറ്റ്? പക്ഷേ ഇവിടെ എന്താണ്? ഡബ്ലി, രണ്ട് സ്ഥലത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ആയിട്ടുള്ള നോഡ് എന്താണെന്നുള്ള കാര്യവും നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ടു വേ ആണ്. ഓൾറൈറ്റ്, അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് അലൗസ് ഫോർ എഫിഷ്യൻറ്റ് ട്രാവേഴ്സൽ ഓഫ് ദ ലിഡ്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ. ഓൾറൈറ്റ്, സിംഗ്ലി എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഡയറക്ഷനിൽ ഫോർവേഡിലോട്ട് മാത്രമേ എപ്പോഴും നെക്സ്റ്റ് എടുത്തിട്ടേ പോവുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്? നമുക്ക് രണ്ട് ഡയറക്ഷനിലും നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്തൊക്കെ ഉണ്ടാവും? ഡേറ്റ ഉണ്ടാവും. നമ്മുടെ നോട്ടിൽ ഡേറ്റ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും, നെക്സ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും, നെക്സ്റ്റ് നോഡിൻ്റെ പോയിന്റർ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് നോഡിൻ്റെ പോയിന്റർ സ്റ്റോർ ചെയ്യുന്ന ഒരു പോയിന്റർ വേരിയബിൾ സ്റ്റോറേജും കൂടെ ഉണ്ടാവും. എങ്ങനെ? ഇതുപോലെ. ഓൾറൈറ്റ്, യു ക്യാൻ സി പ്രീവിയസ്, ഡേറ്റ, നെക്സ്റ്റ്. ഓക്കെ, സപ്പോസ് ഇതിൻ്റെ ഈ നോഡിൻ്റെ അഡ്രസ്സ് 2000 ആണ്. ഓൾറൈറ്റ്, നമ്മുടെ ഡേറ്റ 20 ആണ്, റൈറ്റ്? ആൻഡ് പ്രീവിയസ് 1000 ആണ്, ആൻഡ് നെക്സ്റ്റ് 3000 ആണ്. ദാറ്റ് മീൻസ് പ്രീവിയസ് നോഡ് എന്താണ്? 1000ലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ പ്രീവിയസ് 1000ലോട്ട് പോയിന്റ് ചെയ്യുന്നു, റൈറ്റ്? ആൻഡ് 1000 നെക്സ്റ്റ് എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? 2000ലോട്ടാണ്. സോ ഇറ്റ്സ് എ ടു വേ കം. ഇതിന് നമ്മൾ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കാം, റൈറ്റ്? സോ യു ക്യാൻ സി 3000, ദാറ്റ് മീൻസ് 3000ലോട്ട് പോയിന്റ് ചെയ്യുന്നു. ആൻഡ് 3000ൻ്റെ നോഡിൻ്റെ പ്രീവിയസ് എന്താണ്? ഇങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ രണ്ട് രീതിയിൽ നമ്മൾ എന്താണ്? ട്രാവേഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റും. ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് എന്തായിരിക്കും? നള്ളായിരിക്കും. ഫസ്റ്റ് നോഡിൻ്റെ പ്രീവിയസ് എന്തായിരിക്കും? നള്ളായിരിക്കും. ഇതാണ് നമ്മുടെ ഡബ്ലി ലിങ്ക് ലിസ്റ്റ്. ഓൾറൈറ്റ്, നൗ നമുക്ക് ഇതിനകത്ത് പല സ്ഥലത്തും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഡേറ്റ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ DLL എന്ന് പറയുമ്പോൾ ഡബ്ലി ലിങ്ക് ലിസ്റ്റിനെയാണ് കാണിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ ലിങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, എൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കാം. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ഇൻ DLL. ഓൾറൈറ്റ്, എങ്ങനെയായിരിക്കും? ആദ്യം നമ്മൾ നോഡിനെ ക്രിയേറ്റ് ചെയ്യണം. ഏത് നോഡിനെയാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓൾറൈറ്റ്, എന്നിട്ട് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തത്? അലോക്കേറ്റ് മെമ്മറി ഫോർ ദ ന്യൂ നോഡ്, റൈറ്റ്? നമുക്കറിയാം 1000 എന്ന് പറഞ്ഞാൽ മാലോക് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1000 എന്ന് പറയുന്ന അഡ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? മെമ്മറി അലോക്കേറ്റ് ചെയ്തു, റൈറ്റ്? ഇനി നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യണം. സപ്പോസ് നമുക്ക് 20 ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? സെറ്റ് ന്യൂ നോഡ്. സി, ഇപ്പോൾ ഈ 1000 ന്യൂ നോഡ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ന്യൂ നോഡ് ഇതായിരിക്കും, റൈറ്റ്? ഈ ന്യൂ നോഡിൽ എന്തുണ്ട്? 1000 ഉണ്ട്. ഓക്കെ, സോ ഇത് ഇങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു? ന്യൂ നോഡിന്റെ പ്രീവിയസ്, ദാറ്റ് മീൻസ് ദിസ് പൊസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? നൾ ഇട്ട് കൊടുക്കണം. കാരണം എന്താണ്? ഇതിനകത്ത് ഇത് ഫസ്റ്റ് നോഡാണ്. ഫസ്റ്റ് നോഡിന്റെ എന്താണ്? പ്രീവിയസ് വല്ലതും ഉണ്ടാവും? ഇല്ല, ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നൾ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി ലിങ്ക് ദ ന്യൂ നോഡ്. ഇനിയിപ്പോൾ ഈ ന്യൂ നോഡിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സിസ്റ്റിംഗ് നോഡായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സപ്പോസ് നമ്മുടെ എക്സിസ്റ്റിംഗ് നോഡ് ഇങ്ങനെയാണ്. 2000 ഒരു നോഡുണ്ട്. ആ നോഡിൽ വാല്യൂ 30 ആണ്. അത് പോയിന്റ് ചെയ്യുന്നത് 3000ലോട്ടാണ്, റൈറ്റ്? ഇങ്ങോട്ടേക്ക് 3000 എന്തുണ്ട്? 40 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, റൈറ്റ്? അതിന് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലാണ്. ദാറ്റ് മീൻസ് അത് അവിടെ ഫിനിഷ് ആവുകയാണ്. അതിന് പ്രീവിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2000 ആണ്. സപ്പോസ് നമ്മുടെ എക്സിസ്റ്റിംഗ് ലിസ്റ്റിൽ ഈ രണ്ട് നോഡ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹെഡ് എവിടെ ആയിരിക്കും? 2000ലായിരിക്കും. പ്രീവിയസ് വാല്യൂ എന്താണ്? ഹെഡിൻ്റെ നള്ളായിരിക്കും. ദാറ്റ് മീൻസ് ഫസ്റ്റ് നോഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? പ്രീവിയസ് വാല്യൂ നള്ളായിരിക്കും. നമ്മുടെ എക്സിസ്റ്റിംഗ് നോഡ് ഇതാണ്. ഇതിലോട്ട് നമുക്ക് ഈ പർട്ടിക്കുലർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഈ നോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ എവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്? ബിഗിനിങ്ങിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനാരിയോ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിങ്ക് ദ ന്യൂ നോഡ് ടു ദി എക്സിസ്റ്റിംഗ് ലിസ്റ്റ്. എങ്ങനെ ചെയ്യും നമ്മൾ? യു ക്യാൻ സി നമ്മുടെ ഹെഡ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ഹെഡ് എന്താണ്? 2000 ആണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ന്യൂ നോഡ് ഓഫ് നെക്സ്റ്റ്. ന്യൂ നോഡ് എന്താണ്? നമ്മുടെ ന്യൂ നോഡ് നമ്മളിവിടെ ഞാൻ വീണ്ടും വരയ്ക്കാം. ന്യൂ നോഡ് ഈസ് വാട്ട്? 1000. അപ്പോൾ 1000 ഓഫ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അതെന്ത് ചെയ്യണം? നമ്മുടെ ഹെഡ്. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെഡ് മാറുവാണ് നമ്മുടെ, റൈറ്റ്? സോ ഹെഡ് ആയിരിക്കും നമ്മൾ എന്താണ്? നമ്മുടെ ന്യൂ നോഡിന്റെ
ദറ്റ് മീൻസ് 2000 നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങോട്ടേക്കായിരിക്കും പോയിന്റ്. സോ ദിസ് വിൽ ബിക്കം ദി ബിഗിനിങ്. ഓൾ റൈറ്റ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇതെന്താ ഞാൻ മീൻ ചെയ്തെന്നുള്ള കാര്യം. ഓൾ റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുക്കുവാണ്. വാട്ട് ഈസ് ഇറ്റ്? ന്യൂ നോഡ് ഗിവിംഗ് നെക്സ്റ്റ്, റൈറ്റ്? ന്യൂ നോഡ് ഓഫ് നെക്സ്റ്റ് ഇസ് വാട്ട്? ഹെഡ്. സോ ന്യൂ നോഡ് ഓഫ് നെക്സ്റ്റ് എന്തായിരിക്കും? നമ്മുടെ ഹെഡ് ആയിരിക്കും. സോ 2000 അവിടെ വരും. ഓൾ റൈറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിത് ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ആ പഴയ ഹെഡിന് നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, അപ്ഡേറ്റ് ചെയ്യണം ദ പ്രീവിയസ് ലിങ്ക് ഓഫ് ദി ഓൾഡ് ഹെഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഹെഡിന് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹെഡ് ഓഫ് പ്രീവിയസ് ഹെഡ് എന്താണ് 2000ന്റെ പ്രീവിയസ് നമ്മൾ എന്ത് ചെയ്യും, 1000 ആക്കി വെക്കും. റൈറ്റ്, 1000 യു ക്യാൻ സി. സോ ഹെഡ് ഓഫ് പ്രീവിയസ് നേരത്തെ നള്ളായിരുന്നു, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ 1000 ആക്കി. ഓൾ റൈറ്റ്, സോ യു ക്യാൻ സി ഇതുപോലെ. ഇതാണ് നമ്മുടെ ഈ പുതിയ നോഡാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. ഓൾ റൈറ്റ്, സോ ഇതാണ് നമ്മൾ എന്താണ്, ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്. ഓൾ റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഹെഡ് പോയിന്റർ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഹെഡ് പോയിന്റർ 2000 അല്ല, നമ്മൾ എന്ത് ചെയ്യണം, ഹെഡ് പോയിന്ററിനെ 1000 ആക്കി മാറ്റി. റൈറ്റ്, സോ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓൾ റൈറ്റ്, സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് എങ്ങനെ ചെയ്യുമ്പോൾ ഒരു നോഡിന് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മളിവിടെ നോക്കി. ഓക്കെ, ഇനി നമ്മൾ എൻഡ് ഓഫ് ദി DLL, അതായത് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിലെ എൻഡിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും ഒരു നോഡിനെ. അപ്പോൾ ക്രിയേറ്റ് നോഡ്, ആദ്യം നമ്മൾ നോഡിനെ ക്രിയേറ്റ് ചെയ്യണം, മെമ്മറി അലൊക്കേറ്റ് ചെയ്ത് നമുക്കറിയാം. റൈറ്റ്, സപ്പോസ് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത നോഡിന്റെ മെമ്മറി ലൊക്കേഷൻ 3000 ആണ്. റൈറ്റ്, ഇത് നമ്മളെവിടെ ആയിരിക്കും, ന്യൂ നോഡ് എന്ന് പറയുന്ന ഒരു ന്യൂ നോഡ്. ഓക്കെ, ന്യൂ നോഡിലോട്ട് നമ്മൾ 3000 ഇട്ട് കൊടുക്കും. സോ 3000 എവിടെ പോയിന്റ് ചെയ്യുന്നത്, ഇവിടെയാണ്, നമുക്കറിയാം ഈ സ്റ്റോറി. ഓൾറൈറ്റ്, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്റ്റോർ ദി ഡേറ്റ. റൈറ്റ്, നമ്മൾ എന്താണ്, നമുക്ക് സപ്പോസ് 40 ആണ് ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത്, നമ്മൾ 40 എന്ന് പറഞ്ഞ ഡേറ്റയിലോട്ട് ഇട്ടു. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, യു ക്യാൻ സി ഇനി ബിക്കോസ് ഇറ്റ് വിൽ ബിക്കം ദി, കാരണം നമ്മൾ എന്താ എൻഡിലോട്ടാണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നത്. അപ്പൊ എൻഡിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് എന്തായിരിക്കും, നള്ളായിരിക്കും. റൈറ്റ്, കാരണം അത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇറ്റ് ഈസ് ദി ലാസ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു, സിംപ്ലി നമ്മൾ ന്യൂ നോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേരിയബിൾ അതിൽ 3000 പോയിന്റ് ചെയ്യുന്നതിന്റെ നെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നള്ളിട്ട് കൊടുക്കണം. ബിക്കോസ് ഇറ്റ് വിൽ ബിക്കം ദി ലാസ്റ്റ് നോഡ്, നമുക്കറിയാം. ഇനി ഇഫ് ദ ലിസ്റ്റ് ഇസ് എംപ്റ്റി, സപ്പോസ് ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ന്യൂ നോഡ് ഓഫ് പ്രീവിയസ് ഇസ് നൾ. സപ്പോസ് ലിസ്റ്റ് എംപ്റ്റി ആണ്, ഒന്നും നമ്മൾ ഇടുന്നത്, ഇതാണ് ഫസ്റ്റ് നോഡ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രീവിയസിന് നള്ള. കാരണം എന്താണ്, പ്രീവിയസ് വേറെ ഒന്നും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, ന്യൂ നോഡ് അറിയാം നമ്മൾ, ഞാൻ വീണ്ടും എഴുതുന്നില്ല. ന്യൂ നോഡ് എന്ന് പറയുമ്പോൾ 3000 ഹോൾഡ് ചെയ്യുന്ന വേരിയബിൾ. റൈറ്റ്, അതിന്റെ ന്യൂ നോഡ് പ്രീവിയസ്, അപ്പൊ ദിസ് പൊസിഷൻ, അതിൽ നമ്മൾ എന്ത് ചെയ്യും, നള്ള് ഇട്ട് കൊടുക്കും. റൈറ്റ്, മേക്ക് ഹെഡ് ഇസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യും, ഹെഡ് എന്നുള്ള വേരിയബിളിൽ നമ്മൾ 3000 ഇട്ട് കൊടുക്കും. ഇതാണ് വെൻ ദി ലിസ്റ്റ് ഇസ് എംപ്റ്റി. റൈറ്റ്, ലിസ്റ്റ് എംപ്റ്റി ആവുന്നൊന്നുമില്ല, ഫസ്റ്റ് നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ഇഫ് ദ ലിസ്റ്റ് ഇസ് നോട്ട് എംപ്റ്റി, അപ്പോൾ സിറ്റുവേഷൻ മാറും. കാരണം നമ്മൾ പ്രീവിയസിൽ എന്തായിരിക്കും, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, സപ്പോസ് ഇതാണ് സിറ്റുവേഷൻ, 1000 എന്ന് പറഞ്ഞ ഇതാണ് ഫസ്റ്റ് നോഡ് നമ്മുടെ. റൈറ്റ്, നമ്മുടെ എക്സിസ്റ്റിംഗ് DLL ഇതാണ് നടക്കുന്നത്, 20 ആണ് വാല്യൂ, 2000 അടുത്തതിൽ പോയിന്റ് ചെയ്തത്. 2000 വന്ന് 2000 30 ഉണ്ട്, പ്രീവിയസ് എന്താണ് 1000. ഓക്കെ, സോ യു ക്യാൻ സി ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിന്റെ ഒരു ഫോമിൽ വന്നിട്ടുണ്ട്. അടുത്ത എന്താണ്, നള്ളാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യുന്നത്, ആ എൻഡിലാണ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത്, യു ക്യാൻ സി സ്റ്റാർട്ട് ഫ്രം ഹെഡ് ആൻഡ് മൂവ് ഫോർവേഡ് അൺടിൽ യു റീച്ച് ദി ലാസ്റ്റ് നോഡ്. ലാസ്റ്റ് നോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഹെഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യും. എവിടം വരെയും പോവും, നെക്സ്റ്റ് നമുക്ക് നള്ള് കിട്ടുന്നവരെ നമ്മൾ മൂവ് ചെയ്യും. വൺസ് നമുക്ക് നെക്സ്റ്റ് നൾ കിട്ടി നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നമുക്കറിയാം അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് നോഡ്. അപ്പോൾ ലാസ്റ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പൊ സപ്പോസ് ഇവിടെ ലാസ്റ്റ് നോഡ് 2000 ആണ്, അതിന് നെക്സ്റ്റ് എന്താണ്, നള്ളാണ്. ആ നള്ളിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പുതിയ നോഡ്, റൈറ്റ്, 3000. അപ്പൊ എന്ത് ചെയ്യും, 3000 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്ട്ലി ഇത് ഇങ്ങോട്ടേക്ക് കണക്റ്റഡ് ആവും. ഓൾറൈറ്റ്, സോ അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. സോ ദ ലാസ്റ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ന്യൂ നോഡ് ആക്കും. റൈറ്റ്, സോ ഹെഡ് എന്താണ് 1000 ആണ്, 1000 നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാവേഴ്സ് ചെയ്ത് വരുവാണ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി നമ്മൾ എന്ത് ചെയ്തു,
യു ക്യാൻ സി ലാസ്റ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു 3000 ആക്കി. ഓൾറൈറ്റ്, അപ്പൊ ഇനി എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും? ആൻഡ് വാട്ട് വി നീഡ് ടു ഡു എക്സ്ട്രാ, നമ്മൾ ന്യൂ നോഡ് ഓഫ് പ്രീവിയസ്, ന്യൂ നോഡ് എന്താണ് 3000 പ്രീവിയസ്, അപ്പൊ ഇത് നമ്മൾ ചെയ്യണം. അപ്പൊ ഇതെന്തായിരിക്കും? ലാസ്റ്റ് നോഡ് എവിടെയായിരുന്നു? ഇവിടെ നിൽക്കുമായിരുന്നു അല്ലേ? അപ്പോൾ 2000 ഇവിടെ വരും. സോ യു ക്യാൻ സി എന്ത് വരും? 2000 വന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കണക്ട് ചെയ്തു. സോ 2000 ഈസ് പോയിന്റിങ് ഓവർ ഹിയർ, 3000 ഈസ് പോയിന്റിങ് ഓവർ. ഇറ്റ്സ് വെരി ഈസി, റൈറ്റ്? സോ എൻഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതും ഇതുപോലെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹെഡ് അറിയാം, നമുക്ക് 1000 തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്, സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ വി ആർ ഇൻസേർട്ടിങ് അറ്റ് ദ എൻഡ് ഇൻ DLL. ഓൾ റൈറ്റ്, ഇനി നമ്മൾ എന്താണ്, ഇനി ഇടയ്ക്ക് ഏതെങ്കിലും സ്പെസിഫിക് പൊസിഷൻ നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇൻസേർഷൻ ഇൻ ദി മിഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും എക്സാക്ട്ലി നമ്മുടെ ഡബിൾ ലിങ്ക് ലിസ്റ്റിന്റെ മിഡിലല്ല നമ്മൾ വാല്യൂവിനെ പുട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഇൻസേർഷൻ്റെ മിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻസേർട്ട് എ ന്യൂ നോഡ് ആഫ്റ്റർ എ സ്പെസിഫിക് പൊസിഷൻ ഓർ ബിഫോർ എ സ്പെസിഫിക് നോഡ്. ഓൾ റൈറ്റ്, അപ്പോൾ ലിസ്റ്റിൽ നമ്മൾ ഒരു സ്പെസിഫിക് പൊസിഷൻ, നമ്മുടെ ഇഷ്ടമുള്ള സ്പെസിഫിക് പൊസിഷനിൽ നമുക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് രണ്ട് കേസ് കാണാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ എന്താ ഒരു സ്പെസിഫിക് പൊസിഷൻ കഴിഞ്ഞിട്ട് ആഫ്റ്റർ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കേഷന് മുൻപ്. ഈ രണ്ട് കേസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് കേസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. സപ്പോസ് നമ്മൾ എന്താണ് ഇൻസേർട്ട് ആഫ്റ്റർ എ ഗിവൻ നോഡ്, നമ്മുടെ ഓൾറെഡി ഉള്ള ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ പറയുവാണ് ഒരു നോഡ് കഴിഞ്ഞിട്ട്, ഈ പർട്ടിക്കുലർ പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നോഡിന് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ആ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഓൾ റൈറ്റ്, സോ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒബ്വിയസ്ലി നമ്മുടെ സ്ഥിരം പല്ലവി നമ്മൾ എന്ത് ചെയ്യണം? പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അലോക്കേറ്റ് ചെയ്ത മെമ്മറിന് എന്തുണ്ടാവും? ഒരു അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ് നമ്മൾ ന്യൂ വേരിയബിൾ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഇട്ട് കൊടുക്കും. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? ദെൻ ഡേറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യുവാണ്. ഓൾ റൈറ്റ്, സംതിങ് ലൈക്ക് ദിസ്. 4000 ആയിരുന്നു നമ്മുടെ ന്യൂ നോഡിന്റെ ലൊക്കേഷൻ. 4000 ന്യൂ നോഡിലോട്ട് നമ്മൾ ഇട്ടു. ഇപ്പോൾ ന്യൂ നോഡ് ഈസ് ആക്ച്വലി പോയിന്റിങ് ടു ദിസ് പെർട്ടിക്കുലർ അഡ്രസ്. അതിൻ്റെ ഡേറ്റയിൽ നമ്മൾ സപ്പോസ് 80 ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഡേറ്റ. അപ്പോൾ നമ്മൾ 80 കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പുതിയ നോഡിനെ നമ്മുടെ എക്സിസ്റ്റിംഗ് ലിസ്റ്റിലോട്ട് എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യേണ്ട എവിടെയാണ്? അതാണ് നമ്മൾ ഫൈൻഡ് ദി ടാർഗറ്റ് പൊസിഷൻ. റൈറ്റ്, സോ സ്റ്റാർട്ട് ഫ്രം ദി ഹെഡ് ആൻഡ് മൂവ് ഫോർവേഡ് അൺടിൽ യു റീച്ച് ദ നോഡ് ആഫ്റ്റർ വിച്ച് യു വാണ്ട് ടു ഇൻസേർട്ട്. നമ്മൾ ഏത് നോഡ് കഴിഞ്ഞിട്ടാണ്? റിമെമ്പർ, വി ആർ ഗിവിംഗ് ദ കേസ് ഓഫ് ഇൻസേർഷൻ ആഫ്റ്റർ എ ഗിവൻ നോഡ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏത് ടാർഗറ്റ് നോഡ് കഴിഞ്ഞിട്ടാണോ നമുക്ക് നമ്മുടെ പുതിയ നോഡിനെ ആഡ് ചെയ്യേണ്ടത്, ആ ടാർഗറ്റ് പൊസിഷൻ വരെയും നമ്മൾ എന്ത് ചെയ്യും? ഹെഡ് വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത്രയും കാര്യം ക്ലിയർ ആയി? സപ്പോസ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റ് ഇതാണ്. സപ്പോസ് എനിക്ക് എൻ്റെ ആഗ്രഹം ഈ പർട്ടിക്കുലർ നോഡിനെ 2000 കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ റൈറ്റ് ഈ പൊസിഷനിൽ ഇൻസേർട്ട്, ഇതെൻ്റെ ആഗ്രഹമാണ്, ഇവിടെ തന്നെ എനിക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓൾറൈറ്റ്, അപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ലിങ്ക് ചെയ്യും? അപ്പോൾ നമ്മുടെ പുതിയ നോഡിന് നമ്മൾ ഇതിലോട്ട് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യും? അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, സോ യു സി ന്യൂ നോഡ് ഓഫ് നെക്സ്റ്റ്. ന്യൂ നോഡ് എന്താ? 4000 ഓഫ് നെക്സ്റ്റ് എന്ത് പറഞ്ഞു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇവിടെ സപ്പോസ് ഇൻസേർട്ട് ചെയ്യുവാണ്, അതാണ് എൻ്റെ ന്യൂ നോഡ്. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ്, അതായത് ഇവിടെ നെക്സ്റ്റിൽ എന്ത് വരണം? ഇത് വരണം. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യും? ടാർഗറ്റ് നോഡിന്റെ നെക്സ്റ്റ്. റൈറ്റ്, ടാർഗറ്റ് നോഡിന്റെ നെക്സ്റ്റ് എന്താണ്? ഇതാണ്. റൈറ്റ്, അതായത് ഇത് തന്നെ. സോ ടാർഗറ്റ് നോഡ് 2000 ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. ടാർഗറ്റ് നോഡിന്റെ നെക്സ്റ്റ് 3000 ആണ്. അത് എവിടെ വരണം? ന്യൂ നോഡിന്റെ നെക്സ്റ്റിൽ വരണം. ക്ലിയർ ആയി? റൈറ്റ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ എഴുതി വരച്ച് നോക്കുക, ക്ലിയർ ആവും. റൈറ്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പർട്ടിക്കുലർ നെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? 3000 ഇട്ട് കൊടുക്കണം. ഓൾറൈറ്റ്, നമ്മൾ 3000 ഇതുവരെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് നമ്മുടെ ന്യൂ നോഡിന്റെ നെക്സ്റ്റും പ്രീവിയസും എന്ത് വരും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ ന്യൂ നോഡിന് നെക്സ്റ്റ് പൊസിഷൻ എന്താ, നെക്സ്റ്റ് എന്താന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രൊവൈഡഡ് നമ്മുടെ ടാർഗറ്റ് എന്താണ്? 2000 ആണ്. ഓൾറൈറ്റ്, ഇനി നമ്മൾ പ്രീവിയസ് നോക്കാൻ പോവാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ സപ്പോസ് വീണ്ടും ഞാൻ വരയ്ക്കാം, ഇവിടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. റൈറ്റ്, ഇപ്പോൾ നമ്മൾ 3000 കൊടുത്തു. റൈറ്റ്, ഡേറ്റ 80 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? യു ക്യാൻ സി ഇതായിരിക്കും വരേണ്ടത്. കാരണം വെച്ചാൽ ഇതിന്റെ ഇവിടെ നമ്മളൊരു വാല്യൂ ഇൻസേർട്ട്, അതിന്റെ പ്രീവിയസ് എന്താണ്? 2000 ആണ്. അപ്പോൾ എന്താ പറയുന്നത്? ന്യൂ നോഡ് ഓഫ് പ്രീവിയസ്. അപ്പോൾ ടാർഗറ്റ് നോഡ് ഇതാണ്. അപ്പോൾ എന്താണ്? ന്യൂ നോഡ് ഓഫ് പ്രീവിയസ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ അതെന്തായിരിക്കണം? ടാർഗറ്റ് നോഡ് തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 2000 ഇട്ട് കൊടുത്തു. യു ക്യാൻ സി 2000 ഹാസ് കം ഓവർ ഹിയർ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ
പുതിയ നോഡിന്റെ നെക്സ്റ്റും പ്രീവിയസ് എന്താന്നുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ സറൗണ്ടിങ് നോഡ്സ്, അതായത് ഈ നോഡ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം, പ്രോപ്പർ ആക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് നോഡ് എന്താ? ഇഫ് ദ ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് എന്താണ്? ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് 3000 ആണ്. ഇവിടെ നൾ അല്ല, റൈറ്റ്? സോ ഇഫ് ദ ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് ഈസ് നോട്ട് നൾ, നമ്മൾ എന്ത് ചെയ്യണം? ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് ഓഫ് പ്രീവിയസ്. അപ്പൊ ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് എന്താണ്? 3000 പ്രീവിയസ് എന്താണ്? 2000. ആ 2000 മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ നോഡ്. കാരണം എന്താണ്? ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ വരുവാണ്. ഓൾറൈറ്റ്, അതെന്തായിരിക്കും? ന്യൂ നോഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് 4000 ആയിരിക്കണം. സോ യു ക്യാൻ സി എങ്ങനെ അപ്ഡേറ്റ് ആവും. ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്തു? ഇത് അതുപോലെ എഴുതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സാധനം ആഡ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ സി നമ്മുടെ 3000 ഇവിടെ 2000 പകരം എന്ത് വരും? 4000 വരും. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം? യു ക്യാൻ സി നമ്മൾ അടുത്തത് സെറ്റ് ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ്. ഇനി ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് എന്താണ്? ന്യൂ നോഡ്. ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് എന്താണ്? ന്യൂ നോഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് 4000 ആയിരിക്കും. റൈറ്റ്, യു ക്യാൻ സി ലൈക്ക് ദിസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇതുപോലെ ആഡ് ചെയ്യും. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പുതിയ നോഡ് 4000 ആയിരുന്നു. റൈറ്റ്, യു ക്യാൻ സി. സോ ടാർഗറ്റ് നോഡ് 2000 ആയിരുന്നു. വീണ്ടും പറയാം, ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ് ഇസ് 3000. 3000 ഓഫ് പ്രീവിയസ് എന്താണ്? 3000 ഓഫ് പ്രീവിയസ് എന്ന് പറയുമ്പോഴത്തേക്കും 4000 വരണം. റൈറ്റ്, അപ്പൊ നമ്മൾ 4000 സെറ്റ് ചെയ്ത് ഇവിടെ. ഇനി സെറ്റ് ടാർഗറ്റ് നോഡ് ഓഫ് നെക്സ്റ്റ്. ടാർഗറ്റ് നോഡ് എന്താണ്? 2000 നെക്സ്റ്റ് എന്ത് വരണം? അത് ന്യൂ നോഡ് വരണം. ഓക്കെ, യു ക്യാൻ സി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പുതിയ നോഡിനെ ദേ ഇവിടെ നമ്മൾ നമ്മുടെ ആഗ്രഹിച്ച സ്ഥാനത്ത് നമ്മൾ ഫിറ്റ് ചെയ്തു. റൈറ്റ്, അപ്പൊ ഇതെന്താ? ഈ കേസ് എന്താണ്? ആഫ്റ്റർ എ ഗിവൻ നോഡ്. നമ്മൾ 2000 നമ്മുടെ ടാർഗറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ആ പൊസിഷനിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇനി അടുത്ത കേസ് എന്താണ്? ഇൻസേർട്ട് ബിഫോർ എ ഗിവൻ നോഡ്. ഓൾറൈറ്റ്, അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കറിയാം നന്നായിട്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെയിം സിറ്റുവേഷൻ. ഫൈൻഡ് ദി ടാർഗറ്റ് നോഡ്. റൈറ്റ്, ടാർഗറ്റ് നോഡ് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ ലിങ്ക് ദ നോഡ്. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു? സപ്പോസ് നമുക്ക് 2000 മുൻപ് ഇവിടെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. റൈറ്റ്, സോ നേരത്തെ എന്താണ്? ആഫ്റ്റർ ദി ടാർഗറ്റ്. റൈറ്റ്, സോ ഇവിടെ എന്താണ്? ബിഫോർ. ഇപ്പൊ നമ്മൾ ടാർഗറ്റിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് 2000, അതിന് മുമ്പാണ് നമുക്ക് വെക്കേണ്ടത്. റൈറ്റ്, നൗ സെറ്റ് ന്യൂ നോഡ് ഓഫ് പ്രീവിയസ്. സി, നമ്മൾ ലിങ്ക് ചെയ്യാൻ പോവാണ് ന്യൂ നോഡിനെ. ന്യൂ നോഡ് എന്താണ്? 4000 ഓഫ് പ്രീവിയസ് എന്ത് വരണം? ടാർഗറ്റ് നോഡ് ഓഫ് പ്രീവിയസ്. റൈറ്റ്, നമ്മൾ ടാർഗറ്റ് നോഡ് ഓഫ് പ്രീവിയസ് എന്താണ്? 1000. അതെന്തായിരിക്കണം? ഇതിന്റെ പ്രീവിയസ് ആയി. കാരണം എന്താണ്? ഇവിടെ വരാൻ പോകുന്നതിന്റെ യു ക്യാൻ സി പ്രീവിയസ് എന്തായിരിക്കണം? ഇതായിരിക്കണം. കാരണം ഇവിടെ ഇൻസേർട്ട് ആവണം. അപ്പൊ ഇതിന്റെ പ്രീവിയസ് എന്തായിരിക്കണം? 1000 ആയിരിക്കും. ഇറ്റ് മേക്ക് സെൻസ്. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1000 ഇട്ട് കൊടുത്തു. റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്തായിരിക്കണം? ടാർഗറ്റ് നോഡ് അത് തന്നെ ആയിരിക്കണം. കാരണം ഇവിടെ അല്ലേ വരുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത ആൾ എന്തായിരിക്കും? 2000. അപ്പൊ ഇവിടെ എന്ത് വരും? 2000 വരണം. റൈറ്റ്, സോ 2000. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ സറൗണ്ടിങ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ നമ്മൾ സറൗണ്ടിങ്സ് അപ്ഡേറ്റ് ചെയ്യും? ഓൾറൈറ്റ്, യു ക്യാൻ സി. നമുക്ക് സറൗണ്ടിങ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. ടാർഗറ്റ് നോഡ് ഓഫ് പ്രീവിയസ്. ടാർഗറ്റ് നോഡ് എന്താണ്? 2000 ആണ്. 2000 പ്രീവിയസ് നൾ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാർഗറ്റ് നോഡ് ഓഫ് പ്രീവിയസ് ഓഫ് നെക്സ്റ്റ്. ടാർഗറ്റ് നോഡ് 2000 ആണ്. അതിന്റെ പ്രീവിയസ് എന്താണ്? 1000. 1000 നെക്സ്റ്റ് എന്താണ്? 2000 വരരുത്. റൈറ്റ്, ബിക്കോസ് വി ആർ ആഡിങ് സംതിങ്. അതെന്താവണം? 4000 ആവണം. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യു ക്യാൻ സി 4000. നമ്മൾ ചെയ്തതിനെ മാറ്റി 4000 ആക്കി. ഇനി നമ്മൾ എന്ത്? എൽസ് ഇഫ് ഇൻസേർട്ടിംഗ് നോഡ് ബിഫോർ ദി ഹെഡ് അപ്ഡേറ്റ് ഹെഡ് ഈസ് ഈക്വൽ ടു ന്യൂ ഹെഡ്. റൈറ്റ്, അപ്പൊ നമ്മൾ എന്താണ്? നമ്മളിപ്പോ ഇഫ് വി ആർ ഇൻസേർട്ടിംഗ് ബിഫോർ ദി ഹെഡ്, ഇവിടെ നമ്മൾ ഹെഡിന് മുമ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ന്യൂ ഹെഡും ന്യൂ നോഡ് എന്തായിരിക്കും? നമ്മുടെ പുതിയ ഹെഡ് ആയിരിക്കും. ആ സിറ്റുവേഷൻ അല്ല ഇവിടെ വരുന്നത്. നൗ സെറ്റ് ടാർഗറ്റ് നോഡ് ഓഫ് പ്രീവിയസ്. ടാർഗറ്റ് നോഡ് ഓഫ് പ്രീവിയസ് എന്താണ്? ടാർഗറ്റ് നോഡ് നമ്മുടെ എന്താണ്? 2000 ആണ്. 2000 പ്രീവിയസ് എന്താണ്? യു ക്യാൻ സി 1000. അതായിരിക്കരുത്. കാരണം നമ്മൾ ഇവിടെ എന്താണ് വരാൻ പോകുന്നത്? യു ക്യാൻ സി പുതിയ നോഡ് വരുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കണം? നമ്മുടെ ഈ 1000 ആവാൻ പാടില്ല. പുതിയ നോഡ് എന്താണോ 4000 ആയിരിക്കണം വരേണ്ടത്. സോ യു ക്യാൻ സി 2000 യു ക്യാൻ ടാർഗറ്റ് അഡ്രസ്, അതിന്റെ പ്രീവിയസ് എന്താക്കി? നമ്മൾ 4000 ആക്കി. ഓൾറൈറ്റ്, സോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇരിക്കും. റൈറ്റ്, ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ജസ്റ്റ് ഇത് നോക്കാം എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യം. നമ്മൾ ടാർഗറ്റ് നോഡ് നമ്മുടെ എന്തായിരുന്നു? 2000 ആയിരുന്നു. 2000 പ്രീവിയസ് എന്താണ്? 1000. അതിന്റെ നെക്സ്റ്റ് എന്താണ്? 2000.
ആ 2000 മാറി എന്ത് വരണം, 4000 വരണം. സോ യു ക്യാൻ സി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 4000 ആക്കി. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 4000 പോകാൻ പറ്റുള്ളൂ, റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ടാർഗറ്റ് അഡ്രസ്, ടാർഗറ്റ് നോഡിന്റെ പ്രീവിയസ്, ടാർഗറ്റ് നോഡ് എന്താണ് 2000 പ്രീവിയസ് എന്താണ്, ഇതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, 4000 ആക്കണം, റൈറ്റ്, ന്യൂ നോഡ് ആക്കണം, റൈറ്റ്. അപ്പൊ എന്ത് സംഭവിച്ചു, നമുക്ക് ഈ നോഡിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റി, ഇൻസേർട്ട് ചെയ്യാൻ പറ്റി. ഓൾറൈറ്റ്. സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏതെങ്കിലും പൊസിഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിഫോർ എ ഗിവൻ നോഡ്, ആഫ്റ്റർ എ ഗിവൻ നോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നോഡിനെ ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി കോൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നോഡിനെ വളരെ ഈസിലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്. ഇതിൻ്റെ സി പ്രോഗ്രാമിംഗ് ഞാൻ ഇവിടെ തന്നിട്ടില്ല, കാരണം വെച്ചാൽ അത് വളരെ ലെങ്തി ആവും. ഇൻ കേസ് ഇഫ് യു റിക്വയർ ഇറ്റ്, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇറക്കാം. ഓൾറൈറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.